യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 58 അധ്യായം 6 തിരുവചനം. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. ഈശോയേറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധാമ്മയുടെ ജനനത്തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നമ്മൾ, ഉപവാസത്തിലും പ്രാർത്ഥനയിലുമൊക്കെ. മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 28 തിരുവചനത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് തമ്പുരാൻ പറയുന്നത് ഇങ്ങനെയാണ്. 29-30 വചനം പറയുന്നു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ നുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. കാരണം എൻ്റെ നുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം കുറഞ്ഞതുമാണ്. യെശയ്യാപ്രവാചകനോട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എല്ലാ നുഖത്തിൻ്റെ കെട്ടുകളായിരിക്കുകയും എല്ലാ നുഖങ്ങളെയും ഒടിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥമായ ഉപവാസം. ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പെടലിയിലുള്ളത് അല്ലെങ്കിൽ നമ്മൾ വഹിക്കുന്നത് ഏത് നുഖത്തെയാണ്? തമ്പുരാൻ്റെ നുഖത്തെയാണോ അതോ ഈ ലോകത്തിൻ്റെ നുഖത്തെയാണോ? നമ്മൾ വലിയ സങ്കടത്തിലും പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തന്നെ നമ്മൾ വഹിക്കുന്ന നുഖമാണ്. ഈ ലോകത്തിൻ്റെ നുഖങ്ങൾ, ചില പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, ചില തിന്മയുടെ, ചില അനീതിയുടെ, അസ്വസ്ഥയുടെയൊക്കെ നുഖമാണോ നമ്മൾ വഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ വചനം പറയാം, ദുഷ്ടതയുടെ കെട്ട് പൊട്ടിക്കുക, എല്ലാ നുഖത്തിൻ്റെയും കയറുകളങ്ങ് അഴിക്കുക തോളിൽ നിന്ന്. അതിനുശേഷം നമ്മൾ മർദ്ദിതരെ സ്വതന്ത്രരാക്കി എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുക. ഈ നുഖത്തെ ഇങ്ങനെ ഒടിച്ച് കളഞ്ഞിട്ട് തമ്പുരാൻ്റെ നുഖം നമ്മുടെ തോളിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉപവാസവും നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഏറ്റവും ഫലമുള്ളതായിത്തീരും. അതാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥമായ ഉപവാസം. ഈ 8 ദിവസങ്ങൾ തമ്പുരാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഉപവാസമായി തീരാൻ, എല്ലാ നുഖത്തിൻ്റെ കെട്ടുകൾ അഴിക്കുന്ന, പാപശാപത്തിൻ്റെ ബന്ധനങ്ങളുടെയൊക്കെ കെട്ടഴിക്കുന്ന, ഈ ലോകത്തിൻ്റെതായ ചില നുഖങ്ങളാണ് നമ്മൾ വഹിച്ചിരിക്കുന്നെങ്കിൽ ആ നുഖങ്ങളൊക്കെ അഴിച്ചു മാറ്റിക്കൊണ്ട് തമ്പുരാനോട് ചേർന്നായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈശോ എല്ലാവരെയും ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.